ഏറ്റവും വലിയ തെറ്റിദ്ധാരണ തുടങ്ങാണ് GTA 6 അല്ലെങ്കിൽ ഏത് ഗെയിം എഞ്ചിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ബേസിക്കലി അങ്ങനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും ഗെയിം കളിക്കുന്നത് ആ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ്. മീൻസ് ആ ഗെയിമിന്റെ ഓപ്പൺ വേൾഡ് ഡിസൈൻ ഒക്കെ നോക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് GTA എന്ന് പറഞ്ഞ ഗെയിം കളിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവെ ആൾക്കാർ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അവർ കളിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ തേർഡ് പേഴ്സൺ ഷൂട്ടർ ഗെയിമുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ അത് റോൾ പ്ലേയിങ് ഗെയിമാണ്, മനസ്സിലായോ? അത് വേറൊരു കാരണമാണ്. പിന്നെ വേറെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ റോബ് ചെയ്യാൻ പറ്റും. പിന്നെ അതിന്റെ വേൾഡ് ഓപ്പൺ വേൾഡ് തന്നെ ഒരു പ്രത്യേക ലോകമായിരിക്കും. മീൻസ് പ്രത്യേക ലോകം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ലോകത്ത് പോയിട്ട് മീൻസ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അവിടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ വെടിവെച്ച് കൊല്ല ആൾക്കാരെ അങ്ങനെ കുറച്ച് ഫ്രീഡം ഉണ്ട്. ആ ഫ്രീഡാണ് അവിടുത്തെ ഇമ്പോർട്ടന്റ് വാക്ക്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് അത് ഇഷ്ടമാണ്, അത്ര തന്നെ. ആ ഫ്രീഡത്തിന് വേണ്ടിയിട്ടാണ് GTA 5 കളിക്കും. കോൺസിക്വൻസസ് ഇല്ലാണ്ട് കളിക്കാൻ പറ്റുന്ന ഫ്രീഡം ബേസിക്കലി. അല്ലാണ്ട് വേറെ പറ്റുമോ? അല്ലാണ്ട് ഗെയിം എഞ്ചിനിലൊക്കെ നോക്കുകയാണെങ്കിൽ GTA സീരീസ് ഒന്നല്ല. ഫസ്റ്റ് മനസ്സിലായത് അവരുടെ ഗെയിം വരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഗെയിമായത് അത് GTA സീരീസ് ആയിരുന്നുണ്ട്. ബേസിക്കലി മീൻസ് കാറിലൊക്കെ വയലൻസ്, സെക്സ്, പാർട്ടി അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ ഇല്ലേ, അതൊക്കെ. പിന്നെ അതിന്റെ അങ്ങനത്തെ പരിപാടികളും ആ ഫ്രീഡം അതൊക്കെ ചെയ്യാൻ പറ്റും. സ്റ്റണ്ട് അടിക്കല് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നു, മനസ്സിലായോ? പിന്നെ ഗെയിം ട്രെയിലർ എന്ന് പറയുമ്പോൾ GTA 6 ട്രെയിലർ എടുത്ത് നോക്കുക. ആ ട്രെയിലറിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമേഴ്ഷ്യൽ പർപ്പസിൽ നടക്കുന്ന ഒരു ട്രെയിലറാണ്. ഇത് വിച്ചറിന്റെ ട്രെയിലർ വേണ്ട, സൈബർ പങ്കിന്റെ ട്രെയിലർ. വിച്ചർ അടിപൊളി ഗെയിമായിരുന്നു, പക്ഷെ നിങ്ങള് സൈബർ പങ്കിന്റെ ട്രെയിലർ എടുത്ത് നോക്കി ആ ട്രെയിലറാണ് ഗെയിം വന്ന ഗെയിം ബഗ്ഗി ഫിക്സ് ആണ്. മീൻസ് ബഗ്ഗി ആയിരുന്നു, പിന്നെ ഫിക്സ് ചെയ്തു ഒരു ഇതൊക്കെ. പക്ഷെ ഗെയിം ട്രെയിലറില് പറഞ്ഞത് ഒന്നുമല്ല നടന്നത്. മനസ്സിലായി, ട്രെയിലർ മിസ്ലീഡ് ചെയ്യാനുള്ള സാധ്യത. ട്രെയിലറിൽ കാണുന്ന അത്ര ഇതുണ്ടാവില്ല റിയാലിറ്റിയിൽ. ഫസ്റ്റ് മനസ്സിലാക്കി അത്ര ഗ്രാഫിക്സ് ഒന്നും ഉണ്ടാവില്ല റിയാലിറ്റിയിൽ. ആ ഉറപ്പാണ്. പിന്നെ ട്രെയിലർ നമ്മൾ കമേഴ്ഷ്യൽ പർപ്പസിൽ ഇറക്കണതാണ്. പോളിഷിട്ടാണ് സാധനങ്ങൾ. നല്ല നല്ല ഇവന്റുകൾ, മീൻസ് നല്ല നല്ല സാധനങ്ങൾ എടുത്തു വെച്ചിട്ടോ ഒരുമിച്ച് കൂട്ടി വയ്ക്കുന്നതാണ് അതില് വരുന്നത്. ചിലപ്പോ അത് സിനിമാറ്റിക് ആയിരിക്കും, അത് റിയൽ ഗെയിമായിട്ട് യാതൊരു ബന്ധമില്ല. പിന്നെ അതിന്റെ ഗെയിംസോ ഗെയിം എഞ്ചിനോ ഫിസിക്സ് എഞ്ചിനൊക്കെ അറിയണമെങ്കിൽ അത് കളിക്കണം. അതിനെ കുറിച്ച് ഒന്നും ഗെയിമിൽ പറഞ്ഞിട്ടില്ല, മീൻസ് GTA ട്രെയിലറിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ തന്നെ മനസ്സിലാക്കാൻ പറ്റും കാര്യം. മീൻസ് ട്രെയിലറോടൊന്നും മനസ്സിലാക്കാനൊന്നും പറ്റില്ല. ട്രെയിലർ ഇതാണ് ഗ്രാഫിക്സ് എന്ന് പറയുന്നത്, ഇതാണ് ഗ്രാഫിക്സ് എന്നൊന്നും നമുക്ക് പറയാനൊന്നും പറ്റില്ല. ഈ പറഞ്ഞതിന് ശേഷം പറയാനുള്ളൂ, മനസ്സിലായോ? പക്ഷെ അതിന് ഗ്രാഫിക്സ് ഒക്കെ ആ ലെവലൊക്കെ കാണാൻ പറ്റൂട്ട. ആ GTA 6 കണ്ടത്. GTA 6 ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. ടാലന്റ് വേണം, റിസോഴ്സ് ഇന്റൻസീവ് വേണം, ഓക്കെ. പക്ഷെ അങ്ങനത്തെ മീൻസ് അങ്ങനെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ത്രിബിൾ ഗെയിം ഉണ്ടാക്കാൻ ഉള്ള ടഫ്നെസ് കുറഞ്ഞിട്ടിരിക്കാന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്, മനസ്സിലായോ? ടഫ്നെസ് കുറയണം മീൻസ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ത്രിബിൾ ഫീച്ചേഴ്സിൽ ഉള്ള ഈ ആസറ്റുകളൊക്കെ, ത്രിബിൾ ഫീച്ചേഴ്സ് ഉള്ള സാധനങ്ങളൊക്കെ, മീൻസ് ഒബ്ജക്ട്സുകളൊക്കെ, മീൻസ് അങ്ങനത്തെ റിയൽ വേൾഡ് ഒബ്ജക്ട്സ്, മീൻസ് ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഒക്കെ, ആ സാധനങ്ങളൊക്കെ ഇപ്പൊ കിട്ടുന്നുണ്ട്. മീൻസ് അൺറിയൽ എഞ്ചിനും അങ്ങനത്തെ ടൂൾസ് ഒക്കെ ഇല്ലേ, അതുപോലെ സിമിലർ ടൂൾസ് ഒക്കെ ഈ ഇൻഡി ഡെവലപ്പേഴ്സിന് കൊടുക്കുന്നുണ്ട്. അവർക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള ഈ ഗെയിംസുകൾ ഉണ്ടാക്കാൻ. എന്നാലും GTA 6 അല്ലെങ്കിൽ വലിയ സ്റ്റോറി ഉണ്ടാക്കുന്ന ഗെയിമിന്റെ ലെവലൊന്നും എത്തില്ല. പക്ഷെ എന്നാലും ശരി ഇതൊക്കെ പറ്റും. മീൻസ് അത്യാവശ്യം കോംപ്ലക്സ് ആയിട്ടുള്ള ഗെയിംസുകളൊക്കെ ഡെവലപ്പ് ചെയ്യാനൊക്കെ പറ്റും, മനസ്സിലായി? ഞാൻ അതിന്റെ വില കുറയാനാ പോകുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ഈ ഗെയിമുകൾ ഉണ്ടാക്കാനുള്ള. അപ്പൊ ആൾക്കാർ പറഞ്ഞ പോലെ GTA ട്രെയിലർ അല്ലെങ്കിൽ ഇത് ട്രെയിലറാണ് അത് കണ്ടില്ല, എന്റെ ഫിസിക്സ് എഞ്ചിനൊക്കെ കാരണം കൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടൊക്കെ പറഞ്ഞാൽ അതൊക്കെ വെറുതെ അത്ര വേസ്റ്റ്.
ഒരു മിസ്കൺസെപ്ഷൻ ആണ്. നമ്മൾ ഗെയിം കളിക്കുന്നത് നമ്മളുടെ എക്സ്പീരിയൻസിലാണ്. നമ്മൾ കാശ് കൊടുത്തിട്ട് ഗെയിം വാങ്ങണമെന്ന് മനസ്സിലാക്കണം. നമ്മളുടെ ഫീലിലൂടെ എക്സ്പീരിയൻസിലാണ് ഗെയിം വാങ്ങണം. മനസ്സിലായി? നമ്മുടെ വ്യക്തിപരമായ കാര്യമാണ്, സ്വതന്ത്രമായ കാര്യം. അല്ലാണ്ട് ഗെയിം എഞ്ചിൻ നോക്കിയിട്ടൊന്നുമല്ല. ഗെയിം എഞ്ചിൻ നോക്കുകയാണെങ്കിൽ വല്ല അറിയാത്ത ഗെയിമുകളൊക്കെ ഉണ്ട്. ഭയങ്കര ഹെഡ് ഓഫ് ദ കയറും എന്ന് പറയില്ലേ, ഹെഡ് ഓഫ് ദ ടൈംസ് എന്ന് പറയുന്ന ഗെയിംസുകൾ ഉണ്ടാവും. പക്ഷെ നമുക്ക് അറിയാം, നമ്മൾക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണെങ്കിൽ അതിന് നമ്മൾ ഡിഫെൻഡ് ചെയ്തിട്ട് പലതും പറയും. അതൊക്കെ അത്രേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള സാധനമായി അതൊക്കെ അത്രേ ഉള്ളൂ. അതിന് ഡിഫെൻഡ് ചെയ്യാൻ നമ്മൾ ചെയ്യും. ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗെയിം ഡെവലപ്മെന്റ് ഒക്കെ കുറച്ചുകൂടി ചീപ്പ വരെ പോകണം. എന്തായാലും പണ്ടൊക്കെ നമ്മൾക്ക് ഗെയിം കളിക്കണമെങ്കിൽ സെറ്റപ്പ് ഒക്കെ വേണം, PC സെറ്റപ്പുകളൊക്കെ വേണം. ഈ കാലഘട്ടത്തിൽ ഗെയിം കളിക്കണമെങ്കിൽ PC സെറ്റപ്പ് വേണ്ട. മീൻസ് ക്ലൗഡ് ഗെയിമിംഗ് സർവീസുകളുണ്ട് ഇപ്പൊ. മനസ്സിലായ? അപ്പൊ ആ കാലം തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ AAA ഗെയിംസിന്റെ ഇതും ബേസിക്കലി ഡെവലപ്മെന്റ് കോസ്റ്റ് ഒക്കെ കട്ടാവും, നല്ല സ്പീഡിൽ കുറയും. അത് ഞാൻ പറഞ്ഞു വരുന്നേ. മനസ്സിലായ? പിന്നെ ഈ ട്രെയിലേഴ്സ് ഒക്കെ മിസ്ലീഡ് ചെയ്യാനുള്ള സാധ്യതകളും ഉണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചു, സൈബർ പങ്ക് മിസ്ലീഡ് ചെയ്ത പോലെ പല ഗെയിംസുകളും അതിന് മിസ്ലീഡ് ചെയ്തിട്ടുണ്ട്. അതുപോലും നല്ല റിയൽ വേൾഡ് വന്നത്, റിയൽ ഗെയിം വന്നത്. ഗ്രാഫിക്സ് ഫ്ലോപ്പി ഷേക്കി ഗ്രാഫിക്സ് ഒക്കെ, മീൻസ് ഫ്ലോപ്പിയും വലിയ കാര്യമായിട്ട് ഗ്രാഫിക്സ് ഒക്കെ ഉള്ള ഗെയിംസുകളാണ് വന്നത്. മനസ്സിലായോ? എന്നിട്ട് അതൊക്കെ അടിപൊളിയാന്ന് പറയുകയാണെങ്കിൽ ഇരിക്കും. അതൊന്നും അടിപൊളിയല്ല. മനസ്സിലായോ? അത് അടിപൊളിയാണോ? എനിക്ക് തോന്നുന്നില്ല. അത് കാരണം പറയാം, റിയാലിറ്റി ഈസ് ഡിഫറെന്റ് ഫ്രം ഈ ഗ്രാഫിക്സ്. ഫസ്റ്റ് ഗെയിം ഇറങ്ങട്ടെ സംസാരിക്കാം. അതിന്റെ ഫങ്ഷനാലിറ്റീസ് പോലും പറഞ്ഞിട്ടില്ലേ. അപ്പോഴേക്ക് ആൾക്കാർ തുള്ളിച്ചാടാൻ തുടങ്ങി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭ്രാന്തന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഗെയിമാണ്. GTA ഫാൻസ് പാട്ടിട്ട് കളിക്കുന്ന ആൾക്കാര് ഇവര് കളിക്കണത് തന്നെ ഗെയിം എഞ്ചിന് ടൈമായി എന്ന് പറഞ്ഞിട്ടൊന്നല്ല. അവര് റാഷണലൈസ് ചെയ്യാം. അവർക്ക് ഇഷ്ടമായി ഗെയിം, അതന്നെ അതിന് പിന്നെ വ്യാഖ്യാനിക്കൽ തുടങ്ങി. പിന്നെ വേറെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിലേക്ക് അത്രയും ഗെയിമുകൾ ഇറങ്ങുന്നുണ്ട്. ഗെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ GTA 6 ആ ഗ്രാഫിക്സിന് തുല്യമായിട്ടുള്ള ഗെയിംസുകൾ പലതും ഇറങ്ങുന്നുണ്ട്. മീൻസ് പലതും ഇറങ്ങുന്നുണ്ട്. ചവറുകളെങ്കിലും ഇറങ്ങുന്നുണ്ട്. ചവറൊക്കെ അത്ര വലിയ ഗെയിം ആയിരിക്കില്ല, ചെറിയ ഗെയിമായിരിക്കും. GTA 6 കുറച്ചൊരു വലിയ ഗെയിമായിരിക്കും, വലിയ ലോകമായിരിക്കും, അല്ലേ? ചിലപ്പോൾ ഇന്ററാക്ടിവിറ്റി ഒക്കെ കൂടുതലായിരിക്കും. പക്ഷെ ഒരു കാര്യം പറയുന്നുണ്ട്, indie ഡെവലപ്പേഴ്സ് മീൻസ് കുറച്ച് കൂട്ടുള്ള ആൾക്കാരൊക്കെ indie ഡെവലപ്പ് ചെയ്യുന്ന ഗെയിംസുകൾ അത്ര തന്നെ ഗ്രാഫിക്സുള്ള ഗെയിമുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. മനസ്സിലായി? എത്ര പറഞ്ഞാലും ശരി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പറഞ്ഞാലും ശരി അങ്ങനെയാണ്. അവ ഗ്രാഫിക്സിന്റെ കാലൊന്നും അധികം ഓടില്ല. മനസ്സിലായ? പിന്നെ എന്നോട് പറയാം 0.1% നോളജ് ഉള്ള ഗെയിം കളിക്കുന്നതിന് ഇപ്പൊ എന്ത് നോളജ്? ഗെയിം കളിക്കുക കുറെയൊക്കെ ഓട്ടോമേറ്റഡ് ഗെയിം കളിക്കുന്നത് ബേസിക്കലി. പിന്നെ ഗെയിം കളിക്കുന്നതിന് നോളജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളിച്ചിട്ടല്ല നമ്മള് പഠിക്കുക. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. നമ്മള് ഇപ്പൊ 10-25 വർഷമായി ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ട്. 10-25 വർഷമായി ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ട്. മനസ്സിലായോ? എന്നിട്ട് ആരോടും പറയില്ല 0.1% നോളജ്. ഗെയിം ഡെവലപ്പറാണോ? ഗെയിം ഡെവലപ്മെന്റ് ആണോ? അങ്ങനെയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഗെയിം കളിക്കാന്ന് പറഞ്ഞാൽ പല ഗെയിംസ് ഉണ്ട്, സ്ട്രാറ്റജി ഗെയിംസ് ഉണ്ട്. അതിനൊക്കെ പിന്നെയും കളിക്കാന്ന് പറയുന്നത്. ഈ GTA കളിക്കാൻ ചെയ്തിട്ടുണ്ട്. അതിൽ സ്ട്രാറ്റജി ഒക്കെ വേണം, ബുദ്ധിയൊക്കെ ഉപയോഗിക്കണമെന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ സ്ട്രാറ്റജി എന്ത് നല്ലത്. ആൾക്കാർ കുറച്ച് ഓവർ എക്സൈജറേറ്റ് ചെയ്യാൻ ഉള്ള ആൾക്കാർക്ക്. മനസ്സിലായ? പിന്നെ GTA 6 ഇറങ്ങിയ ബഗ്ഗൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നത്. അതാണ് ഒരു സൈലന്റ് ആയിട്ട് ഗെയിം ഇറക്കണം ബേസിക്കലി. വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബഗ്ഗും എല്ലാ സാധനങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ട് ഇറക്കുക. 10 വർഷം കൂടെ ആയി. അപ്പൊ മറ്റേ സൈബർ പങ്കിന്റെ ഫെയ്റ്റില് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫെയ്റ്റിലേക്ക് പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഇത് ചെയ്യണത് അവര്. എന്തായാലും ശരി, എനിക്ക് തോന്നുന്നില്ല ഈ ഗെയിം മീൻസ് എന്തായാലും ശരി എനിക്ക് തോന്നില്ല. ട്രെയിലർ കാണുമ്പോൾ നല്ല റിയാലിറ്റി, അത് റിയാലിറ്റിയിൽ ഗെയിം വലിയ റോൾ ഉണ്ടാവാനുള്ള സാധ്യത, ഇത്ര ലെവൽ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടറിയണം. അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. ചിലപ്പോൾ ഒളിഞ്ഞൊന്നും വരും. ഒളിഞ്ഞൊന്നും വരും ഗെയിം.
ഒട്ടുമിക്ക ഗെയിമും പൊളിഞ്ഞു നോക്കിക്കോട്ടെ. GTA 6 ഇറങ്ങി കഴിഞ്ഞാൽ എത്ര കണ്ടായിരിക്കും കളക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അത് കണ്ടിട്ട് ഭ്രാന്തന്മാരുണ്ടല്ലോ, അത് കാരണം കുറെ പ്രശ്നം ഉണ്ടാവും. പക്ഷെ എത്ര കണ്ട് സക്സസ് ആകും നോക്കിക്കുക. മീൻസ് ഈ ട്രെയിലറിൽ കാണുന്ന പോലെ മീൻസ് ട്രെയിലർ വഴി ഇമ്പാക്ട് ഉണ്ടായി, ഗെയിം അത്ര ഇമ്പാക്ട് ഉണ്ടാക്കിയിരുന്നു. ഗെയിം എന്ന് പറഞ്ഞാൽ അവരുടെ റെപ്യൂട്ടേഷനാണ് സ്റ്റേക്ക്. റെപ്യൂട്ടേഷൻ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു. ആൾക്കാർക്ക് പണ്ടത്തെ പോലത്തെ ഗെയിംസ് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. ആ കളിക്കുന്ന ഒരു നീഷ് ഉണ്ട്. മൊബൈൽ ഫോൺ ഗെയിംസിനൊക്കെ അതിനനുസരിച്ചിട്ടുള്ള അട്രാക്ഷനുകളുണ്ട് നന്നായിട്ട്. PUBG ഒക്കെ കാണണ്ടല്ലോ കുറെ കളിക്കുന്നത്, അതൊക്കെയാണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം കളിക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞ അപ്പൊ ആ ഒരു ഷോണ്ടറിക്കും ഒരു ലിമിറ്റ് ഉണ്ട്. ട്രിപ്പിൾ എ കാശ് ഉണ്ടാക്കണ്ടോ? കാശ് ഉണ്ടാക്കണ്ടോ? പക്ഷെ ഗെയിമിന് ഒരിക്കലും ഗെയിം എഞ്ചിനായിട്ടില്ലേ. കാരണം ഗെയിം എഞ്ചിൻ എന്തെങ്കിലും അവിടെ നമുക്ക് നല്ല ഗെയിം കളിക്കാൻ പറ്റുന്ന കാര്യം അപ്പൊ ഞാൻ പറയുള്ളൂ. ഹാഫ് ലൈഫിന്റെ പോലത്തെ വേ ഹെഡ് ഓഫ് ദ ടൈംസ് ഇല്ലേ, അങ്ങനത്തെ ഗെയിം എഞ്ചിൻ ഒന്നല്ല GTA ഒക്കെ ഗെയിം എഞ്ചിൻ. GTA 4 റേജ് എഞ്ചിൻ ഉണ്ടായിരുന്നു, അതും അത്ര അഡ്വാൻസ് ഒന്നല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് റിയൽ വേൾഡ് ഗ്രാഫിക്സ് ഇല്ലേ, റിയൽ വേൾഡ് മൂവ്മെന്റ്സുകളൊക്കെ എമുലേറ്റ് ചെയ്യാൻ പറ്റണമെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കാട്ടും നല്ല GTA San Andreas ആണ്. നമുക്ക് GTA San Andreas ഓപ്പൺ വേൾഡ് ഡൈനാമിക്സ് ഒക്കെ മെക്കാനിക്സ് കുറച്ച് നല്ലതായിരുന്നു. പക്ഷെ അതൊന്നും ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഒന്നല്ല. അയാള് പറഞ്ഞു തരുന്നത് ഈ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് അറിയില്ല, അതിൽ കാര്യമുള്ള കാര്യം പറയാം അത് പറയില്ല. ആ കൂടി ഞാൻ പറയുന്നത് ആൾക്കാർ കേൾക്കെടുത്തിട്ടെന്ന് അറിയും. ഓ എന്ത് ഗ്രാഫിക്സ് കണ്ടു തോന്നിച്ചു, അവർക്ക് ആ ഗ്രാഫിക്സ് ഇഷ്ടമുണ്ടാവില്ല. ഓ എന്ത് അടിപൊളിയാണെന്നൊക്കെ മീൻസ് അങ്ങനെ പറയുള്ളൂ ആൾക്കാര്. GTA 5 ഗെയിമില്ല, യഥാർത്ഥ ഗെയിമിന്റെ ഗെയിം പ്ലേ ഒന്നും കാണിച്ചിട്ടില്ല കേട്ടാ. അത് മനസ്സിലാക്കണം, അന്നേരം നമുക്ക് ശരിക്കും അറിയാൻ പറ്റില്ല അതിന്റെ ഫിസിക്സും ഗെയിം എഞ്ചിനൊക്കെ എങ്ങനെയാണ്. ഇത് കാണിച്ചിട്ട് പൊളിയാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച പോലെ പോകണം നിർബന്ധമൊന്നുമില്ല ജീവിതത്തില്. അപ്പൊ ഗെയിം ഇറങ്ങി കഴിഞ്ഞാൽ ബഗ്സ് ഉണ്ടാവും, ചിലപ്പോൾ പൊളിയാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് അറിയാത്ത രീതിയിലൊക്കെ വേണമെങ്കിൽ സംഭവിക്കും. ഇതുവരെ ഒരു ട്രാക്ക് റെക്കോർഡ് എന്ന് വെച്ചിട്ട് ഇനി അങ്ങോട്ടില്ലേ മോശമാണെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ എനിക്ക് തോന്നണല്ലേ ഇതൊന്നും വർക്കാവും. ബേസിക്കലി എന്നാല് ആൾക്കാർക്ക് വിമർശിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞതുള്ളൂ, നമ്മള് ഗെയിം കളിക്കണെന്തിനാന്നുള്ള ചോദ്യം നമ്മൾ ആസ് എ വ്യക്തി, അതാണ് ചോദ്യം. പിന്നെ ഗെയിം എഞ്ചിനൊന്നും ഞാൻ നോക്കില്ല, പോയി പടിയൊക്കെ പറയും അത്ര തന്നെ. എന്നെ സംബന്ധിച്ച് ഞാൻ ഗെയിം കളിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സമയം പോകണം. പിന്നെ ഇപ്പൊ ഒറ്റയ്ക്ക് ഇരിക്കാറൊക്കെ വല്ല ഗെയിം കളിച്ചത് ഈ സന്തോഷം ഉണ്ടാവും, അതൊക്കെ തരട്ടെ. പിന്നെ ലോകത്തിന് കടന്ന് കറങ്ങി ഇറക്കാം, അതൊക്കെ അറിയാൻ ഞാൻ ഗെയിം കളിക്കുന്നു. അല്ലെങ്കിൽ ഞാനൊരു ഗെയിം കളിക്കുന്നു, ഞാൻ ഗെയിമൊന്നും കളിക്കാൻ പോകുന്നത് മീൻസ് അല്ലെങ്കിൽ ഞാൻ ഗെയിം കളിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ ഗെയിം കളിക്കാൻ ഇഷ്ടം. കാരണം കുറെ കാലം ഗെയിം കളിക്കുന്നത്. കാരണം പണ്ടത്തെ പോലെ നോക്കുമ്പോ എനിക്ക് പണ്ടത്തെ പോലെ ഗെയിം കളിക്കാനും പറ്റില്ല. അത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വയസ്സാവുള്ള കാരണമായിരിക്കും, അതായിരിക്കുള്ള കാരണം ആയിരിക്കും കേട്ടാ. ഓ ഇത് നോക്ക്, അവരുടെ മുകളിൽ തിന്നാണ് അവര് ഫുള്ള് നടന്നുണ്ട് കിട്ടാ. അത് എന്നിട്ട് PJ-യുടെ PJ-ന്റെ മുകളിലാണ് ശോകം പോടാ. അപ്പൊ ഈ വീഡിയോ ശരി, അടുത്ത വീഡിയോ തന്നെ.